ഹായ് അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബീഫ് വെച്ച് ചെയ്തെടുത്തിട്ടുള്ള പിസ്സേൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ സ്കൂൾ വിട്ട് വരുന്ന മക്കൾക്കൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ഐറ്റാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് കണ്ടു നോക്കാം. ഇവിടെ പിസ്സ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3/4 ടീസ്പൂണോളം ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. 3/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഒരു 3/4 കപ്പ് ഇളം ചൂടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അങ്ങനെ നല്ല സോഫ്റ്റ് ആവുന്നത് വരെ നല്ല കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 1 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ച് കൊടുക്കാം. അങ്ങനെ ഒരു മണിക്കൂറിന് ശേഷം നമ്മളെ മാവൊക്കെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്നും കൂടി കുഴച്ചെടുത്തിട്ട് പിസ്സ ട്രേയിലേക്ക് വെച്ച് കൊടുക്കുക. ഈ ട്രേയിൽ ഞാൻ ഇതിൻ്റെ മുന്നേ കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ഡോ വെച്ച് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് പരത്തിയെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കോയിൽ വെച്ചിട്ട് പരത്തി എടുത്തിട്ട് അതിന് ശേഷം ട്രേയിലേക്ക് വെച്ച് കൊടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ കൈ വെച്ചിട്ട് ട്രേയിൽ വെച്ചിട്ട് തന്നെയാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് പിസ്സ സോസ് ഇട്ട് കൊടുക്കുക. ഇത് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പിസ്സ സോസാണ് കേട്ടോ. അതിൻ്റെ കാണാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക. പിസ്സ സോസ് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബീഫ് ഫ്രൈ ആക്കിയിട്ടുള്ളതാണ് കേട്ടോ. അതും കൂടി വെച്ച് കൊടുക്കുക. ബീഫിന് പകരം നമുക്ക് ചിക്കൻ വെച്ചിട്ടും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ചിക്കൻ പിസ്സ ഇതിൻ്റെ മുന്നേ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ സവാള ചെറിയ കഷ്ണങ്ങളാക്കിയത്, അതുപോലെ ക്യാപ്സിക്കം ചെറിയ കഷ്ണങ്ങളാക്കിയതും, അതുപോലെ ഒരു തക്കാളിൻ്റെ പകുതി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ പൾപ്പൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ തൊലി ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതും കൂടി വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് മൊസറല്ല ചീസ് കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ മൊസറല്ല ചീസൊക്കെ ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കുക. അതുപോലെ കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവണിൽ 20 മിനിറ്റ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുത്തിട്ട് വരാം. ഓവണില്ലാതെ ഫ്രൈ പാനിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു പിസ്സേൻ്റെ റെസിപ്പി ഇതിൻ്റെ മുന്നേ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അങ്ങനെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. നിങ്ങളെൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.